പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദിസ് ഈസ് മീ എവ്ലിൻ ഫ്രം ജർമ്മനി. കൂട്ടുകാരെ, ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു നെക്ലേസ് എടുത്തിട്ടത് പൊട്ടിപ്പോയി. ഇനി ഞാൻ വേറെ ഇത് മാറ്റിയിട്ട് വേറെ നെക്ലേസ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ലൂണ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത്. ഇവിടെയുള്ള ജർമ്മൻകാർ തന്നെയാണ്, റൈനറും ക്രിസ്ത്യാനും ലൂണയും. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പരിചയപ്പെട്ടു. ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ അവിടെ നിന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കാണ് ഊണ്. അതുവരെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും നടക്കാനും ഒക്കെ സമയമുണ്ട്. അപ്പം ഇന്ന് അവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ നല്ല ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവർ ലൂണയും ക്രിസ്ത്യാനും ഒക്കെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ നമ്മുടെ ഈ കസവ് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കാണാനായിട്ട്. പിന്നെ ഫുഡ് എത്തി. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യയാണല്ലോ. ഈ സദ്യ കഴിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് സ്പൂണും ഫോർക്കും ഒക്കെ വാങ്ങിച്ച് കൊടുത്തെങ്കിലും അവരെല്ലാം കൈകൊണ്ടാണ് കഴിച്ചത് കേട്ടോ. പക്ഷേ കൈകൊണ്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു സ്പൂണെടുത്ത് കഴിക്കുകയെന്ന്. പക്ഷേ അവർ പറഞ്ഞു കൈകൊണ്ട് കഴിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കഴിച്ചോളാൻ. അങ്ങനെ അവരും കൈകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. അതാ ക്രിസ്ത്യൻ വളരെ ബുദ്ധിമുട്ടി കൈകൊണ്ട് കഴിക്കുന്നത് കാണാം ഈ വീഡിയോയ്ക്കകത്ത്. ലൂണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കഴിക്കുന്ന അത്ര ആ ഒരു ഫ്ലെക്സിബിളായിട്ടൊന്നും കഴിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ലൂണ കുറച്ച് സിക്കായിരുന്നു, പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്ട് വീട്ടിൽ പോയി. പിന്നെ ഞാനും ക്രിസ്ത്യാനും റൈനറും അവിടെ ഇരുന്ന് ബാക്കി പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസും പാട്ടും. അങ്ങനെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇന്ന് ഓണം പ്രോഗ്രാംസ് അവതരിപ്പിച്ചത്. നല്ല രസമായിരുന്നു. എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ നാൾ കൂടി ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് നല്ല അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കണം എന്നോർത്ത് തന്നെയാണ് ഞാൻ അവിടെ പോയത്. കാര്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ ഒരു ലെഹങ്ക ഉണ്ടായിരുന്നു. ആ ലെഹങ്ക ഞാൻ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഞാൻ കുറച്ച് ഫാറ്റി ആയിട്ടുണ്ട്. അപ്പം ഈ ഫാറ്റൊക്കെ കുറച്ചിട്ട് വേണം അതുപോലത്തെ ഡ്രസ്സസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് വടം വലിക്കാനൊക്കെ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടുകൊണ്ട് പോയിട്ടുള്ളത്. എന്തായാലും ഗെയിംസിലൊക്കെ പങ്കെടുക്കാനായിട്ട് തന്നെയാണ് ഞാൻ കരുതിക്കൂട്ടി തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം കൾച്ചറൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടത്തേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയാണ് കൂടുതലായിട്ട് ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് കൂടുതലെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പാട്ടും ഡാൻസും ഇതൊക്കെ ഭയങ്കര ഒരു രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നാരങ്ങ സ്പൂണിൽ വെച്ച് ഓടാനായിട്ട് റെഡിയായി നിൽക്കുന്ന ടീമാണ് ഈ കാണുന്നത്. സ്പോർട്സ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സ്പോർട്സ് ഡേ പോലും അത്രയ്ക്ക് സ്പിരിറ്റാണ്, അത്രയ്ക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അടുത്തതായിട്ട് വടംവലിയാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ വടംവലി എന്ന് പറയുന്നത് വളരെ ആവേശകരമായിട്ടുള്ള വടംവലിയായിരുന്നു. നിസ്സാരം വടംവലിയൊന്നുമല്ല, വളരെ വാശിയേറിയ വടംവലിയായിരുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആളുകൾ ആയിട്ടൊരു വാശിക്ക് വടം വലിക്കുക, അതൊക്കെയാണ് എന്തോ ഒരു ഹരം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം എനിക്ക് പ്രോഗ്രാമിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഞങ്ങളുടെ വടംവലിയാണ്, ഗേൾസിൻ്റെ വടംവലി. ഗേൾസിന് 4 ടീമുണ്ടായിരുന്നു. അതിൽ ഞങ്ങളാണ് വിൻ ചെയ്തത്. വിൻ ചെയ്ത ടീമിൻ്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. ഞാൻ എല്ലാവരെയും ശക്തമായി മോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വടം വലിക്കാൻ ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് അവിടെ കണ്ടു പരിചയപ്പെട്ട ആളുകളാണ് എൻ്റെ ടീമിലുണ്ടായിരുന്നത്. എങ്കിലും ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സഡൻലി പുൾ ദ റോപ്പ് വെൻ യു ഹിയർ ഗെറ്റ് സെറ്റ് ഗോ എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി അവർ ഉൾക്കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് വലിച്ച് ജയിച്ചു കേട്ടോ. പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരാവേശം തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, നമ്മുടെ നാട്ടുകാർ, എനിക്ക് അറിഞ്ഞൂടെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ലി ആകുന്ന ആളുകളാണ് എല്ലാവരും. ഇന്നലെ കണ്ട ആളുകളെ പോലെയാണ് നമുക്ക് ഓരോ മനുഷ്യരെയും കാണുമ്പോൾ തോന്നുന്നത്, ആദ്യമായിട്ട് കാണുമ്പോൾ. അതെ, നമ്മൾ മലയാളികൾക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് പേരെന്താണെന്ന് ചോദിച്ച് ഒരു കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഇല്ല. നമ്മുടെ ഒരു പ്രത്യേകതയാണത്. രാവിലെ മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സമ്മാനം മേടിക്കാൻ നിൽക്കാതെ രാത്രി ഒരു 7 മണി സമയമായപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. വയറ് മാത്രമല്ല, മനസ്സും നിറഞ്ഞു. നല്ലൊരു ഓണാഘോഷമായിരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു.